നമ്മൾ ഈയിടെ UG പ്രോഗ്രാം ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം പല വിദ്യാർത്ഥികളും PG പ്രോഗ്രാമിൻ്റെ കാര്യത്തിലും എത്ര മാർക്ക് വേണം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മൾ PG കോഴ്സ് ജയിക്കാൻ എത്ര മാർക്ക് വേണം, ദെൻ പ്രോഗ്രാം ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് കോഴ്സ് ആൻഡ് വാട്ട് ഈസ് പ്രോഗ്രാം. പലരും തെറ്റിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെ പേരുകളാണ്. ഓക്കെ, ദെൻ പ്രോഗ്രാം എന്ന് പറയുന്നത് MA, MSc, MCom, MBA തുടങ്ങിയ ബ്രാഞ്ചുകളാണ്. അത് പലപ്പോഴും നമ്മൾ തെറ്റി സംസാരിക്കാറുണ്ട്, പലപ്പോഴും നമുക്ക് അറിയാറുമില്ല. ഇൻ്റർചേഞ്ചബിൾ ആണ്, തെറ്റിക്കാറുമുണ്ട്. ഈ ഒരു ബേസിക് കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു സംശയവും ഗൂഗിളിലും യൂണിവേഴ്സിറ്റിയിലും ലഭ്യമാണ്. പലരും ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. PG 2022 റെഗുലേഷൻ്റെ PDF എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ ഉത്തരം ലഭിക്കുന്നതാണ്. ടേബിൾ 3 നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ലെറ്റർ ഗ്രേഡ്സ് വിത്ത് ഗ്രേഡ് പോയിന്റ്സ് ആൻഡ് മാർക്ക് ഇക്വാലൻസ് ഫോർ പ്രോഗ്രാംസ് അതർ ദാൻ MBA ഒഴികെയുള്ള പ്രോഗ്രാമിന് ഈ പറയുന്ന ലെറ്റർ ഗ്രേഡും ഗ്രേഡ് പോയിന്റും റേഞ്ച് ഓഫ് മാർക്സും ബാധകമാണ്. കൊടുത്തിരിക്കുന്ന ടേബിൾ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. റേഞ്ച് ഓഫ് മാർക്സ്, ഗ്രേഡ് പോയിന്റ്, ലെറ്റർ ഗ്രേഡ്. ഇതിലാദ്യം കൊടുത്തിരിക്കുന്നത് 85 മുതൽ 100% മാർക്കാണെങ്കിൽ ഗ്രേഡ് പോയിന്റ് 8.5 to 10, ദാറ്റ് ഈസ് O അഥവാ ഔട്ട്സ്റ്റാൻഡിങ്. ദെൻ 75 to 84.99, ഗ്രേഡ് പോയിന്റ് 7.5 to 8.49, A+ ആണ് അഥവാ എക്സലൻറ്റ്. ദെൻ 65 to 74.99, ഗ്രേഡ് പോയിന്റ് പറയുന്നത് 6.5 to 7.49, ദാറ്റ് ഈസ് A or വെരി ഗുഡ്. ദെൻ 55 to 64.99, ഗ്രേഡ് പോയിന്റിലേക്ക് മാറ്റുമ്പോൾ 5.5 to 6.49, ദാറ്റ് ഈസ് B+, ദാറ്റ് ഈസ് റിയലി ഗുഡ്. ദെൻ 50 to 54.99, ദാറ്റ് ഈസ് ഗ്രേഡ് പോയിന്റിലേക്ക് മാറ്റുമ്പോൾ 5.0 to 5.49, ദാറ്റ് ഈസ് B, എബോവ് എവറേജ്. ദെൻ 45 to 49.99, ഗ്രേഡ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4.5 to 4.99, C ഗ്രേഡ്, ആവറേജ്. Then 40 to 44, 4.0 to 4.49, that is D. മിനിമം മാർക്ക് വേണമെങ്കിൽ 40% മാർക്ക് വേണം. ദെൻ 0 to 39 പറയുമ്പോൾ അത് ഫെയിൽഡ് ആണ് കാണിക്കുന്നത്. ദെൻ ആബ്സെൻ്റ് വരുന്നുണ്ട്. AB എന്ന ലെറ്റർ ഗ്രേഡ് കാണിക്കുകയാണെങ്കിൽ ആബ്സെൻ്റ് ആണ്. I എന്ന ലെറ്റർ ഗ്രേഡ് കാണിക്കുകയാണെങ്കിൽ കോഴ്സ് ഇൻകംപ്ലീറ്റ് ആണ്. പറഞ്ഞു വന്നത്, PG എന്ന പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സ് ജയിക്കണമെങ്കിൽ മിനിമം 40% അഥവാ 100-ൽ 40 മാർക്ക് വേണം PG പ്രോഗ്രാമിൻ്റെ ഓരോ കോഴ്സും സെപ്പറേറ്റ് ജയിക്കാനായിട്ട്. ഈ 40% അഥവാ 40 മാർക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്ലസ് എക്സ്റ്റേണൽ രണ്ടും കൂടി കൂട്ടിയ മാർക്കാണ് 40% എന്ന് പറയുന്നത്. ആ മാർക്കുണ്ടെങ്കിൽ ആ കോഴ്സിൽ ആ കുട്ടി വിജയിച്ചു എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഓരോ പ്രോഗ്രാമും ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ, PGക്ക് ആകെ 4 സെമസ്റ്റർ ആണല്ലോ ഉള്ളത്. ഓരോ സെമസ്റ്റർ പരീക്ഷ ജയിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ ഇപ്പോൾ MA ഇംഗ്ലീഷിന് ഒരു സെമസ്റ്ററിൽ 4-5 വിഷയങ്ങളുണ്ടാവാം, അതായത് 4-5 കോഴ്സുകൾ ഉണ്ടാവാം. ഈ 4-5 കോഴ്സുകളിൽ സെപ്പറേറ്റ് 40% മാർക്കുണ്ടെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ. എന്നാൽ 4-5 കോഴ്സ് മുഴുവനായിട്ടും അഥവാ അഗ്രിഗേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 50% മാർക്കുണ്ടെങ്കിൽ ആ സെമസ്റ്റർ ആ കുട്ടി ജയിക്കുകയുള്ളൂ. വീണ്ടും ആവർത്തിക്കുന്നു, ഓരോ കോഴ്സിനും 40% മാർക്ക് വേണം. എന്നാൽ ഓരോ സെമസ്റ്ററിലും ജയിക്കണമെങ്കിൽ അഗ്രിഗേറ്റ് 50% മാർക്കുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി വിജയിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. PGയിൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വർക്ക് ഉണ്ട്. അതിൻ്റെ കാര്യം കൂടി നിങ്ങൾ 2022 PG റെഗുലേഷൻ വഴി ഒന്ന് വായിച്ച് നോക്കുക. ഇത് നമുക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു ജസ്റ്റായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കോഴ്സിൽ എത്ര മാർക്ക് വേണം, ഒരു പ്രോഗ്രാം ജയിക്കാൻ എത്ര മാർക്ക് വേണം, ഒരു സെമസ്റ്ററിന് ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്നിപ്പറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അറിയാവുന്ന കാര്യത്തിന് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമ്മൾ പറയുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.